പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം ചോർന്നതിൽ കെപിസിസി അന്വേഷണം പ്രഖ്യാപിച്ചു. അച്ചടക്ക സമിതി ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണ ചുമതല. പാലോട് രവിയോട് ഫോണിൽ സംസാരിച്ച കോൺഗ്രസ് നേതാവ് എ ജലീൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. അതിനിടെ തിരുവനന്തപുരം ഡിസിസിയുടെ താൽക്കാലിക പ്രസിഡന്റായി എൻ ശക്തൻ ചുമതലയേറ്റു. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിലാണ് ഫോൺ സംഭാഷണം ചോർന്നതെന്ന സംശയം പാലോട് രവിയെ അനുകൂലിക്കുന്നവർക്കുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചന നടന്നുവെന്നും കരുതുന്നു. അന്വേഷണം വേണമെന്ന ആവശ്യം പാലോട് രവി മുതിർന്ന നേതാക്കളോട് പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അന്വേഷണ കമ്മീഷനായി കെപിസിസി വെച്ചത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് നിൽക്കുന്നത്. ആ സംഭവത്തിന് പാർട്ടിക്കകത്താണ് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത്. ആ പരിഹാരം നിയമപരമായ രൂപത്തിൽ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. പാലോട് രവിയുടെ രാജിക്കാര്യത്തിൽ പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് നേതൃത്വം. കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആശയങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളിൽ സാധാരണ ഇപ്പം രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ കുറെ കൂടി ശ്രദ്ധ വേണമായിരുന്നു. അതേസമയം പാലോട് രവിക്ക് പകരം ഡിസിസിയുടെ താൽക്കാലിക പ്രസിഡന്റായി എൻ ശക്തൻ ചുമതലയേറ്റു. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളത്തിലെ ഡിസിസി പ്രസിഡന്റുമാർക്ക് മാറ്റം ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങളിൽ വന്നത്. ശരിയായ വാർത്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചടങ്ങിൽ പങ്കെടുത്ത പാലോട് രവി ശക്തന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.